ഹലോ ഗായ്സ്, നമ്മുടെ ജി ടി എഫയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്കൊരു ന്യൂസിലും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. എന്തോ ഒരു പ്രശ്നം നമ്മുടെ ലോസ് ആൻഡോസിലുണ്ട് കേട്ടോ. അതായത് കുറേ സോംബീസിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് വന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ ന്യൂസിലും കാര്യങ്ങളൊക്കെ പറയണേ. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര നേരമായിട്ട് വലിയ സോംബീസിനും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഷിൻചാനും നമ്മുടെ ചോപ്പ് ഇവിടെ അടുത്തുണ്ട് കേട്ടോ, നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ നമ്മുടെ ന്യൂസിൽ പറയുന്നത് എല്ലാവരും സെക്യൂർഡ് നിന്നോളോ, സോംബീസിൻ്റെ ആ ഒരു ഇത് പകർന്നിട്ടുണ്ട്, വൈറസ് പകർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കടിച്ചു കയറി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റിയാണ് എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ നമ്മുടെ ഷിൻചാനും ചോപ്പ് ദേ ഇവിടെ ഉണ്ട് കേട്ടോ. ഷിൻചാൻ ദേ വെയിലത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പ്രശ്നമായിട്ടുണ്ട് നമ്മുടെ ലോസ് ആൻഡോസിൽ. അതെങ്ങനെയാണ് സോംബീസ് പെട്ടെന്നാട്ടോ വന്നത്, എങ്ങനെയോ ഒരു കെമിക്കൽ നമ്മുടെ ലോസ് ആൻഡോസിൽ പെട്ടു, മറ്റേ സോംബീസിൻ്റെ കെമിക്കൽ. അപ്പോൾ എന്തോ റിയാക്ഷനായിട്ടാണ് നമ്മുടെ സോംബീസൊക്കെ ഉണ്ടായത്. അപ്പോൾ ബാക്കിയുള്ള സിനിമകളൊക്കെ കണ്ടുള്ള ഒരു ഇതുപോലെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും വീടിൻ്റെ അകത്ത് ഉണ്ട്, നമ്മളെ വീടിൻ്റെ ഒന്ന് ചുറ്റും കുറച്ച് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ വെക്കണം, കുറച്ച് ബങ്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഡോറൊക്കെ തുറന്നിട്ടേക്കാണ്. ഇതൊന്നും സേഫ് ആയിട്ടുള്ള സ്ഥലമല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സോംബീസൊക്കെ വരികയാണെങ്കിൽ ഇതേ നമ്മുടെ വീടൊക്കെ ഉള്ളിക്കൊക്കെ കയറി വരും കേട്ടോ. അപ്പോൾ അതേ കണ്ട ഈ ഒരു ചെറിയ ഓട്ടോക്കൂടൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ വീട് സീൽ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളെ തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതിനുള്ള കോൺട്രാക്ടർമാരൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ പുറത്ത് പണി നടക്കില്ല. അപ്പോൾ നമ്മൾ തന്നെ ഒക്കെ ചെയ്യേണ്ടി വരും ഗൈസ്. അപ്പോൾ നമ്മുടെ ലെസ്റ്ററും നമ്മുടെ മൈക്കിളും ട്രവറൊക്കെ സേഫായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അവർ പിന്നെ കാശാരായ കാരണം മുന്നേ തന്നെ നമ്മുടെ ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളത് സീരിയസ് ആയിട്ട് എടുത്തില്ല. അപ്പോൾ 2 ദിവസം കൊണ്ടാണ് നമ്മുടെ ഈ സോംബി വൈറസ് പകർന്നത് കേട്ടോ. അപ്പോൾ അവരൊക്കെ എന്തായാലും ഫുൾ സെറ്റപ്പായി നിന്നിട്ടുണ്ട്. ഇതാരടപ്പത്, ഈ സോംബിയാണ് ഗൈസ്. എൻ്റെ മോനെ, ഇത് കയ്യും കാലില്ലല്ലോ, ഇൻവിസിബിൾ ആയിട്ടുള്ള മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചോദിക്കാം, താൻ ആരാടോ, താൻ എങ്ങനെ ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, ഇയാളൊരു മെജീഷ്യനാന്ന് കേട്ടോ പറയണേ. അപ്പോൾ ഇയാൾക്കറിയാം എങ്ങനെയാണ് നമ്മുടെ സോംബി വൈറസ് ഉണ്ടായെന്നൊക്കെയാണ് ഇയാൾ പറയണേ. അപ്പോൾ നമ്മുടെ മിലിറ്ററി ബേസിൽ നിന്നാണ് നമ്മുടെ ഈ സോംബികൾ മെയിനായിട്ട് ഉണ്ടായി വന്നത് കേട്ടോ. അപ്പോൾ സോംബി നമ്മുടെ മിലിറ്ററി ബേസിൽ എന്തോ ഒരു കെമിക്കൽ കൊണ്ടുപോകുന്ന സമയത്ത് എന്തോ റിയാക്ഷനായിട്ടാണ് സോംബികൾ ഉണ്ടായത്. അപ്പോൾ നമ്മുടെ മെജീഷ്യനെല്ലാം കാര്യങ്ങൾ അറിയാം, പക്ഷേ മെജീഷ്യന് എന്തോ ട്രസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അടുത്താന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത് കാരണമാണ് ഇയാൾ നമ്മുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ ബാക്കിയുള്ളവരുടെ വീട്ടിൽ കയറി പോയപ്പോൾ ഇയാൾ ആട്ടി ഓടിച്ച് വിട്ടു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഓപ്പൺ ഏരിയ കാരണം ആൾ ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് കാര്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ട് ഇത് സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ പ്രശ്നം പണി പാടുന്നുള്ളത്. അപ്പോൾ ഇയാളുടെ കൈയും കാലും എന്തായാലും ഇൻവിസിബിൾ ആട്ടോ, കോമഡി മെജീഷ്യനാട്ടോ. അപ്പോൾ ഇയാളെന്തോ പണ്ടെന്തോ മാജിക്കൽ പവറൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സെറ്റപ്പാണ് ഇത്. അപ്പോൾ പണ്ടേ തൊട്ട് വലിയ ടോപ്പ് ക്ലാസ് ടീമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാൾ പറയണത് ഈ മിലിറ്ററിക്കാരാണ് ഇതിനൊക്കെ കാരണം എന്നാണ്, നമ്മുടെ ഗവൺമെൻറ്റാണ് ഇതിന് പിന്നിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും പെട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു പ്ലാനിങ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇയാൾ പറയണത് മിലിറ്ററിക്കാരുടെ അടുത്ത് നമുക്ക് ഒന്നുകിൽ പോകാമെന്നാണ് പറയണത്. പക്ഷെ നമ്മുടെ മെജീഷ്യനെ കണ്ടു കഴിഞ്ഞാൽ കൊന്നു കളയുന്ന കേട്ടോ ഇവൻ പറയണേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവൻ പറയുന്നത് ശരിയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മിലിറ്ററി സ്ഥലത്ത് പോകാട്ടോ. അല്ലാണ്ട് വേറെ രക്ഷയുന്നില്ല. നമുക്ക് ഇവൻ പറയുന്നത് സത്യവും കാര്യങ്ങളൊക്കെയാണെന്ന് അറിയില്ലല്ലോ. ഒരാൾ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും നമുക്ക് നമ്മുടെ മിലിറ്ററി ബേസ് വരെ പോയി വരാം. അപ്പോൾ അതേ നമ്മുടെ ഷിൻചാനും ചോപ്പിനോട് നമ്മളെന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ ബെല്ലൈക്കൺ കൂടി നിൽക്കുള്ളൂ, എന്നാലും നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യുന്ന അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിലും ലെസ്റ്ററിനെ വിളിച്ച് ചോദിച്ചാലോ, പക്ഷേ ലെസ്റ്റർ ഇപ്പോൾ എന്തായാലും ഫോൺ എടുക്കാൻ ചാൻസ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ മജീഷ്യൻ്റെ പേരൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞ ആൾ പേരൊന്നും പറയില്ല. അപ്പോൾ നിൻ്റെ കയ്യിലാണ് ഇനി നമ്മുടെ ലോസ് ആൻഡോസിൻ്റെ ജീവൻ ഇരിക്കണേന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ആൻറ്റിഡോട്ടൊക്കെ കണ്ടുപിടിക്കണം, നമ്മുടെ സോംബികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, ക്യൂർ ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് പണിയുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ കാര്യത്തിൽ പെട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇയാൾ കറക്റ്റായിട്ട് നമ്മുടെ വീട്ടിലേക്ക് തന്നെയാട്ടോ വന്നത്, തേടി വള്ളി കാലി ചുറ്റി എന്നൊക്കെ പറയണ പോലെ. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഒരു സമാധാനം ഇല്ല. നമുക്ക് എന്തായാലും നമ്മുടെ ലോസ് ആൻഡോസിനെയും ഒക്കെ രക്ഷിക്കണം കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ പരിപാടികൾ ചെയ്യാനില്ലേ, കുറേ മിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ, ഭാവി കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ മെജീഷ്യൻ പറഞ്ഞു ഈ കാര്യങ്ങളൊന്നും ആരോടും പറയരുതെന്ന്. അപ്പോൾ നമ്മുടെ കയ്യിൽ തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മിലിറ്ററി ബേസിലേക്ക് ഓക്കെ ഗൈസ്, ഇതേ ഒരു സോംബി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഷിൻചാൻ ഓടിയിട്ട മേലേക്ക്, ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റു, നമ്മളൊറ്റയ്ക്കാക്കി അവർ ഓട്ടോ ഓടിയിട്ട്. അപ്പോൾ ഇത് സോംബീസ് നമ്മുടെ വീട്ടിലേക്ക് കയറി തുടങ്ങി. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യാം കേട്ടോ, അല്ലാണ്ട് വേറെ രക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല.
അപ്പോൾ അതേ നമ്മുടെ മെജീഷ്യൻ്റെ അടുത്ത് നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ഇതേ സോംബികളെണ്ണം കൂടി കൂടി വരുന്നുട്ടാ. ദൈവമേ, നമ്മൾ പറഞ്ഞുള്ളൂട്ടോ കൈസ് നമ്മുടെ സോംബികൾ വരുന്നുള്ളത്. അപ്പോൾ അതേ അവർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചോപ്പിനെ കൊണ്ട് പോകാട്ടാ. ഇനി ഇവിടെ നിന്നാൽ റിസ്ക്കാണ്. അപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ കാറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പണി പാളിന്ന് തോന്നുന്നുണ്ട് കേട്ടാ. നമ്മുടെ കാറുകളൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. ഇനി കിട്ടാൻ ഗരാജ് തുറക്കേണ്ടി വരും. അത് തുറക്കലുണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടു എന്ന് പറഞ്ഞാൽ പെട്ടു. നമുക്കിനി വീടിൻ്റെ അകത്ത് സോംബീസ് കയറിയെന്നൊക്കെ നോക്കണം കേട്ടാ. എൻ്റെ മോനെ ഇത് ഗായ്സ് ഏതൊരു പെണ്ണുപിള്ള കയറിയിട്ടാ. എൻ്റെ മോനെ നമ്മുടെ വീടിൻ്റെ അകത്തേക്കൊക്കെ ഇതേ സോംബീസ് കയറി തുടങ്ങി. അപ്പോൾ അതേ പ്രശ്നം ഗുരുതരാണ്. അപ്പോൾ അതേ നമുക്ക് എന്തായാലും തോക്കെടുത്ത് വെടി വയ്ക്കാട്ടാ. എൻ്റെ മോനെ എവിടെയാ അതേ വല്ലേ. എൻ്റെ മോനെ വള്ളി എന്ന് പറഞ്ഞ കൊല സീനായിട്ടാ. എൻ്റെ പൊന്നിത് അറച്ചത് സോംബീസാണ് കേട്ടാ. എൻ്റെ മോനെ നമ്മുടെ വീട്ടിലേക്ക് വരെ അകത്തേക്ക് കയറി തുടങ്ങിയിട്ടാ. ഇപ്പോൾ ഇവറ്റങ്ങൾ നമ്മളെ ദേ പട്ടി ഉണ്ട് കേട്ടോ ഗോയ്സ്. സോംബി പട്ടി ചാവടാ. അവര് നമ്മുടെ സോംബി പട്ടിനൊക്കെ ചത്ത് കൊന്നിട്ടുണ്ട് കേട്ടാ. ഇതൊക്കെ എവിടെ നിന്ന് കയറി വരുന്ന ഇഷ്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് കാറ് എൻ്റെ മോനെ സോംബികളൊക്കെ ബാറ്റ് കൊണ്ട് കൊല്ലാറായി നമ്മളെ. നമ്മുടെ കയ്യിൽ കാറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിറച്ച് സോംബികളാണ്. നമുക്ക് എന്തായാലും ഒന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ സോംബി ബാറ്റ് കൊണ്ടൊക്കെയാണ് അടിക്കാൻ വരുന്നത്. വെറൈറ്റി ടൈപ്പ്. ഓക്കെ ഗൈസ്, ഇവിടെ പോലീസുകാരുണ്ട് കേട്ടോ. പോലീസുകാർ സോംബിയായിട്ട് വന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അവർ മറ്റേ ഈ ചെക്കിങ്ങിന് വേണ്ടി വന്നതാണ്. പക്ഷെ അവരും സോംബീസിൻ്റെ അറ്റാക്കിൽ പെട്ടുകൂട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചോപ്പിന് നമ്മുടെ മെജീഷ്യനെ വണ്ടിയുടെ അകത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഇവിടുന്ന് സ്ഥലം വിടാട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയില്ല. അപ്പോൾ നമുക്കിനി എന്തായാലും നമ്മുടെ മിലിറ്ററി ബേസിക്ക് പോവാം. അപ്പോൾ നമ്മുടെ മെജീഷ്യൻ പറഞ്ഞ കറക്റ്റാണോന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മെജീഷ്യൻ എന്തായാലും ഒന്നും പറ്റില്ല. ആൾ മെജീഷ്യനായ കാരണം സോംബിയുടെ ഇതിൽ നിന്നൊക്കെ വന്ന് ഇട്ടിച്ച് പോയായിരിക്കും. സീനൊന്നുമില്ല. ഇതേ കേട്ടോ, റോട്ടിൽ നിറച്ച് സോംബീസാണ് ഗൈസ്. എൻ്റെ മോനെ പ്രശ്നം ഗുരുതരം തന്നെയാണ് കേട്ടോ. എല്ലാവരും പിന്നെ വീട്ടിൽ നിൽക്കണ കാരണം കുഴപ്പം. ഈ വീടിൻ്റെ അകത്ത് കയറി വരുന്നുണ്ട് കേട്ടോ ഗൈസ് ഈ സോംബികൾ. റോട്ടിൽ അവിടെ ഇവിടെ ആയിട്ട് കുറേ സോംബികളും കാര്യങ്ങളൊക്കെ നിൽക്കണ്ടായിരുന്നു. ഇവിടെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ പറയാവുന്ന എന്നാലും നമ്മുടെ ഈ മെജീഷ്യൻ എങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വന്നത് നമുക്കറിയില്ല കേട്ടോ. എത്രയും പെട്ടെന്ന് അവർ കയറി വന്നു പോലും നമ്മൾ അറിഞ്ഞില്ല. എന്തായാലും മാജിക്കൽ പവേഴ്സ് കൊണ്ട് വന്നാൽ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മിലിറ്ററിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മെജീഷ്യൻ പറയുന്നുണ്ട് പോണ്ട, പ്രശ്നമാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ വേറെ വഴിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ എന്ത് ചെയ്യുന്നറിയില്ല. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയണ്ടേ. എങ്ങനെ അവരിൽ ആൻറ്റിഡോട്ട് ഉണ്ടെങ്കിലോ നമുക്ക് നമ്മുടെ ലോസ് ആൻഡോസിനെ രക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ വലിയ കാര്യമല്ലേ. അപ്പോൾ നമ്മുടെ മജീഷ്യൻ പറയുന്നുണ്ട് പോണ്ട, പ്രശ്നമാവും എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും പോയി തന്നെ നോക്കാട്ടോ. അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ്, നമുക്കിപ്പോൾ വേറെ വഴിയൊന്നുമില്ലല്ലോ. നമ്മുടെ സയൻറ്റിസ്റ്റുകളല്ലല്ലോ നമുക്ക് ആൻറ്റിഡോട്ട് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ പോവാം. ഇവിടെ നിറച്ച് സോംബീസ് ആട്ടോ. നമ്മളങ്ങനെ മിലിറ്ററി ബേസിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം സോംബികളൊക്കെ ഉണ്ട്. മിലിറ്ററിക്കാർ സോംബീസ് ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ. അപ്പോൾ ഇവിടെ തന്നെയാന്ന് തോന്നുന്നുണ്ട് കൂടുതലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം നമ്മുടെ ഇപ്പം പറഞ്ഞ മിലിറ്ററി ഡോക്ടറും കാര്യങ്ങളൊക്കെ എവിടെയാന്ന് നോക്കാട്ടോ. അപ്പോൾ ഇവിടെ നിറച്ച് ഇവിടെയും സോംബീസ് ഉണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ പ്രശ്നം എന്ന് വെച്ചാൽ പ്രശ്നമാണ്. ഇവിടെ നിറച്ചത് സോംബീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കേണലും നമ്മുടെ ഡോക്ടർമാരൊക്കെ എവിടെയാണാവോ ഒക്കെ സോംബീസിൻ്റെ എഫക്റ്റായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. അപ്പോൾ നമുക്കാണ് കുറച്ചുകൂടി നമ്മൾ സീനിലാണ് നടക്കണത്. കാരണം നമുക്ക് സോംബീസിന് കടി കിട്ടിയിട്ടില്ലല്ലോ. നമുക്ക് വൈറസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ വൈറസ് എങ്ങനെ പകരണേന്ന് അറിയില്ല. മിക്കവാറും കടിച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെയും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവരവിടെ കാണാനില്ലല്ലോ. ഇനി അവർ ഇതിൻ്റെ അകത്താണ് ഈ ബിൽഡിങ്ങിൻ്റെ. അതേ ഗൈസ് ഇവിടെയാണ് ഇവർ നിൽക്കണത്. ഇതെന്തൊക്കെ പുറത്ത് നിൽക്കണ നിറച്ച് ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവരെവിടെ നോക്കി നിൽക്കുന്നുണ്ടോ ഒക്കെ അരവട്ടാന്ന് തോന്നുന്നുണ്ട്. ഒരു സോംബി വരുന്നത്. ഈ സോംബി നമ്മളെ മാത്രമല്ല അറ്റാക്ക് ചെയ്യണത്. അങ്ങനെ പട്ടി സോംബിയും കൊന്നിട്ടുണ്ട്. ഇവരൊന്നും അറ്റാക്ക് ചെയ്യണില്ല കേട്ടോ. അത് എന്തിട്ടാണെന്ന് അറിയില്ല. ഇവരിൽ എന്താ ആൻറ്റിഡോട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഡോക്ടറോട് സംസാരിക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മുടെ ഈ മിലിറ്ററി ഡോക്ടർ പറഞ്ഞത് എന്തിട്ടാണെന്നറിയോ, നമുക്ക് നമ്മുടെ ഈ മെജീഷ്യനില്ലേ, ഈ മെജീഷ്യന് എങ്ങനെ മാജിക്കൽ പവേഴ്സ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ കൊണ്ട് ടെസ്റ്റ് ചെയ്തതാട്ടാ. ഇയാളും ഒരു മിലിറ്ററിക്കാരനായിരുന്നു. അപ്പോൾ ഇയാളെ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർ ഈ മനുഷ്യൻ്റെ മാജിക്കൽ പവറുള്ള ഈ മനുഷ്യനെയും പിന്നെ സോംബി വൈറസിനുള്ള ഇതും കിട്ടിയത്. അപ്പോൾ ഇയാളെ കൊന്നാലാണ് നമുക്ക് അയാളുടെ ബ്ലഡിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ആൻറ്റിഡോട്ട് കിട്ടുള്ളൂ എന്നാണ് നമ്മുടെ മിലിറ്ററി ഡോക്ടർ പറയണത്. അപ്പോൾ നമ്മുടെ
മജീഷ്യൻ പറയുന്നത് ഒക്കെ നമുക്ക് ആര് വിശ്വസിക്കാന്ന് അറിയില്ല കേട്ടോ. രണ്ടുപേര് രണ്ട് കഥയെ പറയണ കേട്ടോ. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട് നമുക്ക് ഇയാളെ കൊന്നാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ നമ്മുടെ മജീഷ്യൻ പറയുന്നുണ്ട്, അവൻ പറയുന്നത് കേൾക്കരുത് മോനെ, ഇവരാണ് നമ്മുടെ സോംബി വൈറസ് ഇതാക്കിയത്, ഇതായിട്ടൊരു പങ്കില്ല എന്നാണ് പറയണത്. അപ്പോൾ എൻ്റെയിലൊന്നും എൻ്റെ കൊന്നതിന് എന്തായാലും ഇതിന് ആൻറ്റിഡോട്ടും കാര്യങ്ങളൊന്നും കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ആകെ പ്രാന്തായി. ചോപ്പ് പിന്നെ കുരയ്ക്കാൻ മാത്രമേ ചെയ്യുള്ളൂ, ഇവനോട് ചോദിക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ എനിക്ക് മിലിറ്ററിക്കാർ കുറച്ചുകൂടി അലമ്പ ആൾക്കാരാന്ന് തോന്നുന്നുണ്ട് അത് സോംബി കൊന്നത്. ഓക്കെ, നമ്മുടെ മിലിറ്ററിക്കാർ കുറച്ചുകൂടി അലമ്പ ആൾക്കാരായിരിക്കും. മിക്കവാറും നമ്മളെ കൊല്ലാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇവനെ കൊന്നിട്ട് മിക്കവാറും നമ്മളെ കൊല്ലാനുള്ള ചാൻസ് ഉണ്ടാവും. കാരണം വേറെ ആരും അറിയാൻ പാടില്ലല്ലോ ഈ രഹസ്യം. മിലിറ്ററിക്കാരിൽ നിന്ന് വന്ന ഇതാണ്, വേറെ ആരും അറിയാനും പാടില്ല കേട്ടോ. അപ്പോൾ അത് എന്ത് ചെയ്യുന്നറിയില്ല. അപ്പോൾ നമ്മുടെ ചോപ്പ് എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഷിൻചാനാണെങ്കിൽ ഓട്ടോ ഓടിയിട്ടാ. അപ്പോൾ നമ്മുടെ ഷിൻചാൻ എവിടേക്ക് ഓടിയത് പോലെ നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അവൻ എന്തായാലും എനിക്ക് തോന്നുന്നു ഒന്നുകിൽ നമ്മുടെ മൈക്കിളും ഡ്രൈവറും ലെസ്റ്ററിൻ്റെ ആരെങ്കിലും ഒരു വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ലെസ്റ്ററിൻ്റെയും ഡ്രൈവറിൻ്റെ വീട്ടിൽ പോകാൻ ചാൻസ് കുറവായിരിക്കും. മൈക്കിളുടെ വീട്ടിൽ തന്നെ ഇരിക്കുള്ള പോയിട്ടുണ്ടാകാനുള്ള ചാൻസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മജീഷ്യനെ തന്നെ വിശ്വസിക്കാം കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ വേറെ രക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഡോക്ടറെ അടുത്ത് പോവാം. അല്ലെങ്കിൽ നമുക്ക് ഒരു പ്ലാൻ ചെയ്യാം കേട്ടോ. നമ്മുടെ മജീഷ്യൻ വണ്ടിയുടെ അടുത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിലിറ്ററിക്കാർ പോകുന്നുണ്ട്. നീ എവിടേക്കാണ് പോകണമെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങളിവിടെ റൗണ്ട് അടിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് കേട്ടോ, നിനക്ക് എന്തായാലും ഇവിടുന്ന് വിട്ട് പോകാൻ പറ്റില്ല, അപ്പോൾ നോക്കി കണ്ടൊക്കെ ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു ഭീഷണി ഉണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല കേട്ടോ. ഒരു സോംബി, ഈ സോംബി പട്ടിയാട്ടോ കൂടുതലുള്ളത്. സോംബി പട്ടിയെ കൊണ്ടാണ് നമുക്ക് രക്ഷയില്ലാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ അടുത്തവൻ ഇത് തീരുമ പണി തരാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. നമ്മുടെ മിലിറ്ററിക്കാരുടെ ആൻറ്റിഡോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം സോംബീസ് ഒന്നും അവരെ അറ്റാക്ക് ചെയ്യണില്ല, നമ്മളെ മാത്രം അറ്റാക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ ആൻറ്റിഡോട്ടല്ല, എന്തോ സോംബീസിനെ അവരെ അറ്റാക്ക് ചെയ്യാണ്ടിരിക്കുക എന്തോ മരുന്നും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡോക്ടർമാർ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയില്ല. നമുക്കിപ്പോൾ നമ്മുടെ ഈ മജീഷ്യൻ അല്ലാണ്ട് വേറെ ആരും വിശ്വസിക്കാനും പറ്റില്ല. നമ്മുടെ മിലിറ്ററിക്കാരാണെങ്കിൽ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മജീഷ്യനെ തന്നെ വിശ്വസിക്കാം. ആളും പറയുന്നുണ്ട്, ആളുടെ ഇത് കണ്ടിട്ട് സത്യമുള്ള ആളാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പെട്ടു. അപ്പോൾ ഇത്രയുള്ള കാര്യം നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു